ഒരു വിഭാഗത്തിന് മാത്രം ഓണമില്ല എന്ന് തന്നെ പറയാം. കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്ക് ഓഗസ്റ്റ് മാസം പണിയെടുത്തതിന്റെ വേതനം തരുമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. പിന്നെ എല്ലാ വിഭാഗം സർവ്വ മേഖലയിലും ഓണത്തിന് ഓണേറിയം പ്രഖ്യാപിച്ചു. ഞങ്ങൾക്കും ഒരു ചുരുങ്ങിയ പൈസ 1000 രൂപ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അതും ലഭിച്ചിട്ടില്ല. പൊതുവിതരണ രംഗത്ത് സേവനം ചെയ്യുന്ന കേരളത്തിലെ 14,000-ഓളം വരുന്ന റേഷൻ വ്യാപാരികൾ, അത്രത്തോളം വരുന്ന സഹായികൾ, 28,000 വരുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അവഗണിച്ച് എവിടെ എത്തിയെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പിന്നെ ഞങ്ങൾക്ക് തന്നതെന്താ? ഞങ്ങള് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പറഞ്ഞിട്ട് കിറ്റിന്റെ പൈസ തന്നു. അതും വളരെ ചുരുങ്ങിയ താലൂക്കുകൾ മാത്രമാണ് ലഭിച്ചത്. അത് സർക്കാർ സമയബന്ധിതമായി ഇന്നലെയൊക്കെയാണ് എത്തിച്ചതെങ്കിലും താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നും അത് വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കാത്തത് കൊണ്ട് തന്നെ ആ പൈസയും കിട്ടിയിട്ടില്ല. കിട്ടിയവർക്ക് തന്നെ അവർ എന്തെല്ലാം ഡ്യൂ ഉണ്ടോ സർക്കാരിന് ഈ മാസം അരി എടുത്തതിന്റെ പൈസ വരെ കഴിച്ച് ബാക്കി പലർക്കും 0 ആക്കി. ഞങ്ങൾക്കൊരു മാസത്തെ പൈസ കിട്ടാനുണ്ട്, അതിൽ നിന്ന് പിടിച്ചാൽ മതി. ഓണത്തിന് റേഷൻ വ്യാപാരികൾ ഒരിക്കലും ഓണം കഴിക്കണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വളരെ വേദനയോട് പറയാനുള്ളത്. കാരണം ഞങ്ങൾക്ക് മാത്രം കിറ്റിന്റെ പൈസയിൽ നിന്നും എല്ലാ ഡ്യൂയും TDS വരെ പിടിച്ചു, എന്നിട്ടാണ് ഒന്നും 0 ബാലൻസ് ആക്കി കൊടുത്തു എന്ന് പറയാൻ സർക്കാരിന് കോടതിയിൽ. ഇത് എന്താണ് ഈ വിഭാഗം? കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുക മാത്രമല്ല, കിറ്റ് യാതൊരു ലാഭവും ഒന്നും തരാതെയാണ് ഏറ്റവും അടിത്തട്ടിലുള്ള പാവങ്ങൾക്ക് ഞങ്ങൾ കിറ്റ് കൊടുത്തത്. ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അത് ഞങ്ങൾ സേവനമായി ചെയ്യാം. സർക്കാരിന്റെ സൗജന്യ റേഷൻ ഉൾപ്പെടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കേരളത്തിലെ പൊതുവിതരണ രംഗത്ത് ഒരു മാന്യമായ വേതനമോ പിന്നെ ആരോഗ്യ സുരക്ഷയോ ക്ഷേമനിധിയോ ഒന്നുമില്ലാത്ത ഈ സംവിധാനത്തെ എന്തിനാണ് ഇങ്ങനെ അവഗണിക്കുന്നത്? ഇത് ഈ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഈ ഓണക്കാലത്തെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയും അസ്ഥാനത്താണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇതിന്റെ പ്രതിഷേധം ഞങ്ങൾ സർക്കാരിനെ അറിയിക്കുകയാണ്.